ഹസ്ബൻഡുമാർ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് വൈഫ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും, അതായത് ബർത്ത് കൊടുത്തതിന് ശേഷവും അവരുടെ മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഹസ്ബൻഡുമാരുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതാണെന്നുള്ളത്. അവർ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ക്യാരക്ടറിനെ പോലും അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഹസ്ബൻഡിനും വൈഫിൻ്റെ ക്യാരക്ടർ ചിലപ്പം പിടുത്തം കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും അവർക്ക് വേണ്ടി സമയം കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഫിസിക്കൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഇൻസെക്യൂർ ആയിരിക്കും. സോ ഭർത്താക്കന്മാരുടെ അടുത്ത് നിന്ന് ഓക്കെ നീ ഇപ്പോഴും എനിക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ നിൻ്റെ ഇപ്പോഴുള്ള ഭംഗി എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഹസ്ബൻഡുമാരുടെ അടുത്ത് നിന്ന് കിട്ടുമ്പം അത് അവർക്ക് കൂടുതൽ ആശ്വാസം കിട്ടും. അതുപോലെ കുട്ടികളുണ്ടാകുമ്പം അമ്മമാരുടെ ഷെഡ്യൂൾസൊക്കെ മാറും, അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെയാവും. അപ്പോൾ ആ സമയത്ത് അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ കുറച്ച് നേരം ടേക്ക് കെയർ ചെയ്തിട്ട് അവർക്കൊരു മീ ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് സ്വന്തം കാര്യം എപ്പോഴും ലാസ്റ്റിലേക്ക് വെക്കുക എന്നുള്ളത് പൊതുവെ അമ്മമാർ ചെയ്യുന്നൊരു കാര്യമാണ്. സോ അത് ഹസ്ബൻഡുമാർ വേണം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ കുഞ്ഞിനെ ഞാൻ കുറച്ച് നേരം നോക്കിക്കോളാം, നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്യേ എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ഒരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം.